2 തിമോത്തി 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, നമ്മുടെ ആരുടെയും ഒരു മെറിറ്റും കൊണ്ടല്ല, നമ്മുടെ ആരുടെയും ഒരു എഫേർട്ടും കൊണ്ടല്ല, സകല കാലത്തിന് മുമ്പേ. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിട്ടില്ല, ഭൂമി ഉണ്ടായിട്ടില്ല, കാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസത്തിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആധാരം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ ദൈവം മനുഷ്യകുലത്തെ നീതീകരിച്ചതായിട്ട് ദൈവത്തിന്റെ വിശ്വാസമാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം. അപ്പം ഇവിടെ ഈ വചനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മരണം നീക്കി. അപ്പം ഇത് നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കാണാം, സകല കാലത്തിനു മുമ്പേ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് മരണമെന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ പ്ലാനിൽ ഇല്ലാത്ത ഒന്ന് അതിനകത്തേക്ക് കടന്നു വന്നു. ഈ കാലഘട്ടത്തിൽ ആ മരണത്തെ നീക്കുകയും സുവിശേഷം കൊണ്ട്, ഗോസ്പൽ കൊണ്ട് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ജീവനും അക്ഷയതയും. ഗോസ്പല് ഇമ്മോർട്ടാലിറ്റിയുടെ ഗോസ്പലാണ്. മരണത്തെ അതിജീവിക്കുന്ന, മരണത്തെ പോലും ജയിച്ച ഗോസ്പലാണ് ജീവനും അക്ഷയതയും. ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി വെളിപ്പെടുത്തി. നമ്മുടെ യാതൊന്നുമില്ല, ഒരു പങ്കാളിത്തമാണ്. നമ്മൾ ജനിച്ചിട്ടില്ല, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ദൈവം ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിഫോർ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ബിഫോർ ഓൾ ഏജസ് ഗോഡ് ഹാസ് പ്ലാൻ സംതിങ്. അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ ദൈവം, ഇൻ ക്രൈസ്റ്റ് ഗോഡ് ഹാസ് പ്ലാൻ. അല്ലെങ്കിൽ ദൈവത്തിന്റെ, നമ്മളുമായിട്ടുള്ള ഹ്യൂമാനിറ്റിയും ക്രിയേഷനുമായിട്ടുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ്. അത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം പ്ലാൻ ചെയ്തു. ദൈവത്തിന് അതിനകത്ത് ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നോ? ആ ഫെയ്ത്ത് ആണ് ഗോസ്പലിന്റെ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഗോസ്പലിന്റെ അടിസ്ഥാനം. സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വാസം.